ആസിഫ് ഷെയ്ഖ് എന്നൊരാളെ കൊലപ്പെടുത്തിയിരുന്നു സൈന്യം. അതിനുശേഷവും തീവ്രവാദികൾ കൊല്ലപ്പെട്ടുണ്ട്. ഏറെ ദീർഘനേരമായി തുടർന്നിരുന്ന ഒരു സൈനിക നടപടി ഏതാണ്ട് പൂർത്തിയായെന്ന് തോന്നുന്നു. സൈനിക ഉദ്യോഗസ്ഥരടക്കം ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥരടക്കം മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. എന്താണ് ഓപ്പറേഷൻ, ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ. ആസിഫ് ഷെയ്ഖിന് ഈ പറയുന്ന ഈ പഹൽഗാമിൽ ഭീകരവാദികൾക്ക് സഹായം ചെയ്തു കൊടുത്ത ആളാണ് ആസിഫ് ഷെയ്ഖ് എന്നാണ് സൈന്യം പറയുന്നത്. അതിനപ്പുറം എന്തെങ്കിലും സർപ്രൈസ് സൈന്യത്തിന് പറയാനുണ്ടോ? കാര്യം ഈ മേഖലയിലൊക്കെ ഒരുപക്ഷെ ആ ബൈസൺ വാലിയിലെ കൊടും ഭീകരവാദികളുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന മേഖലകൾ തന്നെയാണ്, കൊടും വന മേഖലയാണത്. അത്തരത്തിൽ മറ്റെന്തെങ്കിലും സർപ്രൈസ് സൈന്യത്തിന് പറയാനുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. എന്തായാലും ഹാഷിം മൂസ അടക്കമുള്ളവർക്ക് വേണ്ടി ഈ പറയുന്ന വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോഴും ആ തെരച്ചിൽ തുടരുകയാണ് ഈ പറയുന്ന ഹാഷിം മൂസ ഒക്കെ വേണ്ടി. അപ്പോൾ അതിനിടയിലാണ് ഇന്നൊരു ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നതും. ഈ ഭീകരർക്ക് സഹായം നൽകിയ ഈ പറയുന്ന ആരാണ് ആസിഫ് ഷെയ്ഖ് എന്നയാളെ കൊല്ലപ്പെടുകയും ചെയ്തത്. ത്രാലിൽ ഇപ്പോൾ മാത്രമാണ് ആ സൈനിക നടപടി പൂർത്തിയായത്. ദീർഘനേരമായി തുടർന്നുകൊണ്ടിരുന്ന വലിയ വെടിവെച്ചകൾ, വലിയ സ്ഫോടന ശബ്ദങ്ങൾ ഒക്കെ അങ്ങോട്ട് മാധ്യമ പ്രവർത്തകരുടെ വലിയ തിരക്ക് അവിടെയുണ്ട്. കാര്യം ഒരുപക്ഷെ അതിൽ വലിയ ആകാംക്ഷ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. सुन तो लो, my request is इसको deferred, please have it deferred since it is still going on. ठीक है ना? हाँ, ठीक है ना? Operation is still in offing. ठीक है ना? It will take some time to conclude. Security forces got specific input regarding the movement of 3 terrorists in this area. Accordingly, cordon was laid off, and it led to the ensuing of encounter here. There was a heavy exchange of fire, in which the operation is going on. So far, we have observed few bodies of killed terrorists, but it will take some time to sanitize area and conclude this operation. It seems that 3 were holed up, and we are still sanitizing the area. So that seems to be the figure. Sir, इनकी कोई identity है कोई sir? Please, it will take us some more time to get them identified, because there is a legal procedure to get them identified. Only after that we can divulge you that identity. 48 घंटे में साउथ कश्मीर में 6 कितने मिलिटेंट अभी तक सर? You must have realized पिछले 48 घंटे में जो security forces have neutralized almost 6 terrorists so far. Affiliation we will divulge only after the identification. I hope you can be patient till then. Thank you. ഏറ്റുമുട്ടൽ നടന്നാലും സ്ഥിരീകരിക്കുന്നുണ്ട്. 3 ഭീകരവാദികളെ വധിച്ച കാര്യം സ്ഥിരീകരിക്കുന്നു. പക്ഷേ അവരുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. പിന്നെയും കൊലപ്പെടുത്തിയതായി സ്ഥിരീകരിച്ചിരിക്കുന്നു ഈ ഏറ്റുമുട്ടലിൽ. പറയൂ. ഹഷ്മി 3 ഭീകരരെ ഈ ഏറ്റുമുട്ടലിൽ വധിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നു പോലീസ്. എന്നാൽ അവർ ആരൊക്കെ എന്നതുമായി ബന്ധപ്പെട്ട സമയമെടുക്കും അവരെ തിരിച്ചറിയാനും അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിശക്തമായ ഏറ്റുമുട്ടലാണ് ത്രാലിൽ അല്പസമയം മുമ്പ് വരെ കേട്ടത്. ഏതാണ്ട് 2.5 മണിക്കൂറോളം പകൽ ഇപ്പോൾ ഈ പോലീസിന്റെ വിശദീകരണം ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ് 2 മണിക്കൂർ തുടർച്ചയായ ഏറ്റുമുട്ടലുകളും വൻ സ്ഫോടക ശബ്ദങ്ങളും നമുക്ക് ഇവിടെ നിന്നും കേൾക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച ഏറ്റുമുട്ടലാണ് ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായതായി പോലീസ് അറിയിക്കുന്നത്. 3 ഭീകരരെ വധിച്ചിരിക്കുന്നു. അത് ഈ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു വീട്ടിൽ, വനമേഖലയുടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലാണ് ഭീകരവാദികൾ ഒളിച്ചിരുന്നതായുള്ള വിവരം ലഭിച്ചത് സുരക്ഷാ സേനയ്ക്ക്. തുടർന്നാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചതും. ഏറ്റുമുട്ടൽ ഓപ്പറേഷൻ നാദിറിലാണ് 3 ഭീകരരെ വധിച്ചിരിക്കുന്നത്. അതിൽ ആസിഫ് ഷെയ്ഖ് എന്ന പ്രാദേശിക ഭീകരൻ, ഇയാൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രാദേശിക സഹായം നൽകിയിരുന്നു എന്ന് സുരക്ഷാ സേന നേരത്തെ കണ്ടെത്തിയ ഭീകരനാണ്. ഇയാളടക്കമുള്ള 3 പേരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. 3 ഭീകരവാദികൾ ഈ പ്രദേശത്ത് ഉണ്ട് എന്നായിരുന്നു സുരക്ഷാ സേനയ്ക്ക് വിവരം ലഭിച്ചിരുന്നത്. ആസിഫ് ഷെയ്ഖ്, ഒപ്പം തന്നെ യാവർ അഹമ്മദ് ഭട്ട്, അമീർ നാസർ വാണി, ഈ 3 പേരും ത്രാൽ സ്വദേശികളായ ഭീകരവാദികളാണ്. പഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രതികൾ അടക്കമുള്ള അതിർത്തി കടന്നെത്തുന്ന പാക് ഭീകരർക്ക് പ്രാദേശിക സഹായം നൽകിയ ഭീകരരാണ് ഇവർ 3 പേരും. ഈ പ്രാദേശിക
പ്രാദേശിക ഭീകരരുടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം നൽകിയ 14 പ്രാദേശിക ഭീകരരുടെ പട്ടിക നേരത്തെ ജമ്മുകശ്മീർ പോലീസ് പുറത്തുവിട്ടിരുന്നു. അതിൽ ഉൾപ്പെട്ട ഭീകരവാദികളാണ് ഈ 3 പേരും, ഇന്ന് വധിച്ച 3 പേരും എന്നാണ് സ്ഥിരീകരണം ലഭിക്കുന്നത്. ഇവരുടെ പേരുകൾ ഔദ്യോഗികമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അത് സമയമെടുത്ത് മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും ഔദ്യോഗികമായ സ്ഥിരീകരണം പേരിന്റെ കാര്യത്തിൽ ഉണ്ടാവുക. ഇവരുടെ തിരിച്ചറിഞ്ഞതായുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. നിലവിലിപ്പോൾ ഈ ഓപ്പറേഷൻ പൂർത്തിയായിരിക്കുന്നു. ഓപ്പറേഷൻ നാദർ പൂർത്തിയാക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മടങ്ങുകയാണ്. അതിതീവ്രമായ ഏറ്റുമുട്ടലാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ. വലിയ സ്ഫോടനം ഉണ്ടായി. 3 ഭീകരെ കൊലപ്പെടുത്തി. പഹൽഗാം ഭീകരവാദി ആക്രമണത്തിന് പിന്നിൽ 3 ഭീകരാണ് ഉള്ളത്. ഇനി എന്തായാലും ഈ ഇപ്പോൾ കൊല്ലപ്പെട്ട 3 ഭീകര ഐഡന്റിറ്റിയെ പറ്റി പറയാൻ എന്തായാലും സൈന്യം തയ്യാറാവുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള സർപ്രൈസ് ഉണ്ടോ അവിടെ എന്ന കാര്യം നമുക്കുണ്ടെങ്കിൽ അല്പസമയത്തിനും അറിയാനും കഴിയും.